ഒരു കോഴിക്കോടൻ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മത്തൻ്റെ ഇല കൊണ്ടുള്ളൊരു തോരനാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ റെസിപ്പി. നല്ലവണ്ണം പടർന്ന് വന്നൊരു മത്തവള്ളി അതിലിട്ടോ. അതൊരു ഉണക്കത്തേങ്ങ വീണപ്പോൾ അതിൻ്റെ വള്ളിയൊക്കെ വാടി ഇല വാടിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു ആ ഇല എടുത്തിട്ട് ഒരു തോരൻ വയ്ക്കാമെന്ന്. 20 മത്തനിലയോളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിലിട്ടിട്ട് ആ വാടലൊക്കെ മാറ്റി നല്ലോണം കഴുകി എടുത്തിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള മത്തൻ്റെ ഇലയാണിത്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി ഇതിലേക്കുള്ള വറവിനും അരപ്പിനും ഒക്കെ ഉള്ള സാധനങ്ങൾ തയ്യാറാക്കണം. 1 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 4 കറിവേപ്പില, ഇതൊക്കെയാണ് ഒതുക്കിയിടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സാധനങ്ങൾ. ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കുക. 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1 ടീസ്പൂണ് കടുകിട്ട് പൊട്ടി വരുന്ന സമയത്ത് 3 വറ്റൽമുളകും കറിവേപ്പിലിട്ട് മൂപ്പിക്കുക. അതിന് ശേഷം 8-10 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചത് അതിലിട്ടൊന്ന് മൂപ്പിക്കുക. ഇപ്പോൾ ഏതാണ്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞ് വെച്ച മത്തനില അതിലേക്ക് ചേർത്തി കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഈ മത്തനിലയൊക്കെ നല്ല പോഷക ഗുണമുള്ള സാധനങ്ങളാണല്ലോ, നാച്ചുറലായിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തോരൻ വയ്ക്കാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് നല്ലോണം ഒന്ന് അമർത്തിയിട്ട് ഒരു മൂടിയിട്ട് അടച്ച് വയ്ക്കുക. അവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് അരപ്പ് തയ്യാറാക്കുക. ഇനി മിക്സിയുടെ ജാറിലേക്ക് 2 പച്ചമുളകും 4 വെളുത്തുള്ളിയും ചരുകി വെച്ച തേങ്ങ കൂടിയിട്ടൊന്ന് ഒതുക്കിയെടുക്കണം. ഇനി തോരനൊന്ന് മൂടി തുറന്ന് വെക്കുക. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഒന്നുകൂടി വേവാണ്ട് ഒന്നുകൂടി മൂടിയോടെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. മൂടി തുറന്ന് നോക്കുക. ഇപ്പോൾ പാകത്തിന് മത്തനിലൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആ ഇലയൊക്കെ ഒന്ന് നടുവിന്ന് ഇങ്ങോട്ട് ആക്കിയിട്ട് ആ അരപ്പ് അതിൻ്റെ നടുവിൽ വെച്ചിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുക. ഇലയൊക്കെ പച്ചയിലൊക്കെ ഒന്ന് മേപ്പോട്ട് കയറ്റിയിട്ട് ഒന്ന് 2 മിനിറ്റ് ആവി കയറ്റിയിരിക്കുക. മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി മൂടി തുറന്ന് നോക്കുക. ഇനി നല്ലോണം ഈ അരപ്പിൻ്റെ മിക്സൊക്കെ കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് നല്ലോണം ഒന്ന് ഉലർത്തി എടുക്കുക. അപ്പോൾ ഒരു അടിപൊളി മത്തനിലത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്. ഇതിങ്ങനെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.